ഒരു റൂമിനകത്ത് ഇരുന്നു കൊണ്ട് ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളെയും അദ്ദേഹം ലൈവിലൂടെ പരിഹസിക്കുന്നു. ഇസ്ലാമിനെതിരെ എല്ലാ കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നു. എന്തിനേറെ പറയുന്നു, ഫലസ്തീനിലെ കുരുന്നുകളെ പോലും മുസ്ലിം ആയതിന്റെ പേരിൽ അവരെ പോലും വിമർശിക്കുന്നു. അദ്ദേഹത്തിന്റെ വിമർശനങ്ങളോടോ പരിഹാസത്തോടോ രാഷ്ട്രീയത്തോടോ എനിക്ക് ഒരു യോജിപ്പുമില്ല എന്ന് അദ്ദേഹത്തിന്റെ അതേ കാറ്റഗറിയിൽപ്പെട്ട ജബ്ബാർ മാഷ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഇന്ന് കേരളത്തിൽ വൈറലാണ്. രണ്ടുപേരും യുക്തിവാദികളാണ്. എന്നാൽ ഇദ്ദേഹം യാതൊരുവിധ പഠനവും നടത്താതെയാണ് ഇസ്ലാമിനെതിരെ, മറ്റു മതങ്ങളെ ഒന്നും വിമർശിക്കുന്നില്ല, ഇസ്ലാമിനെതിരെ മാത്രം വിമർശിക്കുന്നത് എന്നും ജബ്ബാർ മാഷ് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ലണ്ടനിൽ പോയി അവിടുത്തെ മുസ്ലിമീങ്ങൾക്കിടയിൽ പരിഹാസ്യനായി തിരിച്ചു പോരേണ്ടി വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ റീച്ചിന് വേണ്ടി പലരും പലതും വിൽക്കുന്നു. ചിലർ മതത്തെ വിൽക്കുന്നു, ചിലർ മതവിമർശനത്തെ വിൽക്കുന്നു, ചിലർ മതത്തിന്റെ ഇല്ലാ കഥകളെ വിൽക്കുന്നു. എന്നാൽ ഇദ്ദേഹം, നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കണം, സ്വന്തം ഉമ്മ മരണപ്പെട്ട സമയത്ത് ആ ഉമ്മയെ വിറ്റ് റീച്ച് ഉണ്ടാക്കിയ മനുഷ്യനാണ് ഇദ്ദേഹം. ഏതോ ഒരാൾ ഏതെങ്കിലും ഒരു റൂമിന്റെ ഉള്ളിൽ കുത്തർന്ന് വിമർശിക്കുമ്പോഴേക്ക്, പരിഹസിക്കുമ്പോഴേക്ക് തകർന്നു പോകുന്നതല്ല ഇവിടുത്തെ മതസൗഹാർദ്ദവും, ഇവിടുത്തെ മതങ്ങളും, ഇവിടുത്തെ സ്നേഹങ്ങളും.